വലിയ കാഴ്ച. ഇപ്പോഴും ആളുകൾ വന്നുകൊണ്ടിരിക്കുകയാണോ? ഞങ്ങളൊക്കെ അമ്പലത്തിലേക്ക് വരുന്ന സമയത്ത് തന്നെ ആ പ്രദേശം, ആ ഭാഗങ്ങളിലൊക്കെ കല്ലുകൾ നിറഞ്ഞിരിക്കുന്ന കാഴ്ചയായിരുന്നു, ഭക്തരെ കൊണ്ട് നിറഞ്ഞിരിക്കുന്ന കാഴ്ചയായിരുന്നു. ഇപ്പോൾ എന്താണ് അവസ്ഥ അവിടെ? ഞാനിപ്പോൾ നിൽക്കുന്നത് തമ്പാനൂരാണ്. തമ്പാനൂര് നമ്മൾ സാധാരണ കാണാറുള്ളത് പോലെ തന്നെ നല്ല തിരക്കാണ്. പ്രധാനമായിട്ട് ഇവിടെ എല്ലാവരും വന്ന് ഇറങ്ങുന്ന സ്ഥലമായതുകൊണ്ട് തന്നെ ഭയങ്കര തിരക്കാണ്. എല്ലാവരും അടുപ്പ് കൂട്ടി പൊങ്കാല നിവേദിക്കാനുള്ള ഒരുക്കത്തിലാണ്. ചേച്ചി എവിടുന്നാ വരുന്നേ? ഞാൻ പൂവച്ചൽ കാട്ടാക്കട. എല്ലാ വർഷവും ഇടാറുണ്ടോ പൊങ്കാല? ഇല്ല, ഇതെന്റെ ആദ്യത്തെ പൊങ്കാല. വേറെ ആയിട്ടൊക്കെ പോവാറുണ്ട്, പക്ഷെ ആറ്റിൽ ആദ്യമായിട്ടാണ്, കന്നിയാന്ന്. എന്തായിരുന്നു ആഗ്രഹം കഴിഞ്ഞ തവണത്തെ? പല ആഗ്രഹമുണ്ട്. എല്ലാം സാധിച്ചോ? സാധിക്കണം, അതിനാണ് ഇവിടെ വന്നത്. സാധിക്കാൻ വേണ്ടി അടുത്ത വർഷം ഇത് സാധിച്ചു കഴിയുമ്പോൾ ഇതിനേക്കാളും ബെറ്ററായിട്ട് ചെയ്യാൻ ആഗ്രഹമുണ്ട്. എന്തായാലും സാധിക്കുമെന്നുള്ള ആ ഒരു പ്രതീക്ഷയോടെ തന്നെയാണ് ഇവിടെ വന്നിരിക്കുന്നത്. എന്തൊക്കെയാ നിവേദിക്കുന്നത് ഇത്തവണ? അല്ല, ഞാൻ പായസം മാത്രമാണ്, അത് മാത്രമാണ്, വേറെ ഒന്നുമില്ല. അതാണ് രേണുക. ഒരുപാട് ആളുകൾ എത്തിച്ചേർന്നിട്ടുണ്ട് ഇപ്പോൾ. നമ്മൾ രേണുക നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നമ്മൾ സാധാരണ കഴിഞ്ഞ തവണ കണ്ടതുപോലെയല്ല ഇത്തവണ വലിയ തരത്തിലുള്ള തിരക്കാണ് അനുഭവപ്പെടുന്നത്. കഴിഞ്ഞ തവണ ഈ സമയത്തൊക്കെ ഇവിടെ ഇപ്പം കാണുന്നത് പോലെ അല്ലായിരുന്നു, ആൾക്കാർ കുറച്ച് കുറവായിരുന്നു. പക്ഷേ ഇത്തവണ വലിയ തരത്തിലുള്ള തിരക്കാണ് അനുഭവപ്പെട്ടുകൊണ്ടിരിക്കുന്നത്. നമുക്ക് പൊങ്കാല അടുപ്പുകളില്ലാത്ത ഒരു സ്ഥലം ഇവിടെ കാണാൻ പറ്റില്ല. റോഡിൻ്റെ ഇരു ഭാഗങ്ങളിലുമായിട്ട് പൊങ്കാല അടുപ്പുകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. എല്ലാവരും നിവേദിക്കാനുള്ള വിഭവങ്ങളൊക്കെ ഒരുക്കുന്ന തിരക്കിലാണ്. ഏകദേശം 9:45 കൂടി തന്നെ പണ്ടാര അടുപ്പിൽ തീ പകരുമെന്നാണ് അറിയാൻ കഴിഞ്ഞത്. ആ സമയത്തോടുകൂടി തന്നെ ഇവിടെ എല്ലാവരും പൊങ്കാല നിവേദിക്കാനുള്ള ഒരുക്കങ്ങളിലേക്കൊക്കെ കടക്കും. ഇവിടെ ഒരുപാട് പേരിപ്പോൾ ഒരുങ്ങിയിരിക്കുകയാണ്. ചേച്ചി എവിടുന്ന് വരുന്നേ? എവിടുന്ന്? പൂതക്കുളം വരൂര്. എല്ലാ വർഷവും ഇടാറുണ്ടോ? ഓ, ഇത്തവണ എന്തൊക്കെയാ നീതിക്കുന്നത്? പൊങ്കാല മാത്രമേ ഉള്ളൂ. കൂടെ ആരൊക്കെയാ വന്നിട്ടുള്ളേ? കൂടെ അടുത്ത അയലത്തെ വീട്ടിലുള്ളവര് എല്ലാം കൂടെ ആരുമില്ല. എല്ലാ വർഷവും ഇവിടെ തന്നെയാണോ വരാറ്? വേറെ സ്ഥലത്താണ്. ഈ വർഷം ആദ്യമായിട്ടാണ് ഇവിടെ വന്നിരിക്കുന്നത്. ഇന്ന് രാവിലെയാണോ എത്തിയത്? ഇന്നലെ വെളുപ്പാങ്കാലത്ത് 4 മണിക്ക്. അതാണ്, ഇന്നലെ എത്തിയവരുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഇതുവഴി യാത്ര ചെയ്യുന്ന സമയത്ത് നമുക്ക് കാണാമായിരുന്നു 2, 3, 4 ദിവസം മുൻപൊക്കെ ഇവിടെ വന്ന് ഈ അടുപ്പിനുള്ള സ്ഥലം പിടിച്ച് ഇവിടെ കാത്തു നിൽക്കുന്ന ആളുകളുണ്ട്. രാത്രിയൊക്കെ ഇതുവഴി യാത്ര ചെയ്യുമ്പോൾ നമുക്ക് കാണാൻ സാധിക്കും. ഒരുപാട് ആളുകളാണ് ഇവിടെ അടുപ്പ് കൂട്ടുന്ന ഇടത്ത് തന്നെ കിടക്ക വിരിച്ച് അവിടെ കിടന്നുറങ്ങുന്ന ആൾക്കാരുണ്ടായിരുന്നു, സ്ഥലം പോവാതിരിക്കാൻ. ഇന്ന് രാവിലെ തന്നെ ഇവിടെ ഒരുപാട് ആളുകൾ സ്ഥലം പിടിക്കാനുള്ള തിരക്കിലായിരുന്നു. ഞങ്ങൾ ഇവിടെ വന്ന് ആളുകളൊക്കെ കാണുന്ന സമയത്ത് എല്ലാവരും സ്ഥലം പിടിക്കാനുള്ള തിരക്കിലായിരുന്നു അടുപ്പിനായിട്ടുള്ള. അങ്ങനെ ഒരുപാട് ആളുകളാണ്, നമ്മൾ പ്രതീക്ഷിക്കുന്നതിനും അപ്പുറം ആളുകളാണ് ഇപ്പോഴും വന്നുകൊണ്ടിരിക്കുന്നത്. രേണുക, തീർച്ചയായും എല്ലായ്പ്പോഴും നമ്മൾ പറയുന്നതാണ് നവമി, ആളുകളുടെ എണ്ണം കൂടുന്നത്. ഇതിനൊരു അപവാദം എന്ന് പറയുന്നത് ഈ കോവിഡ് കാലം മാത്രമാണ്. പക്ഷെ ആ സമയത്തും പൊങ്കാല ഇതുപോലെ ഈ പ്രൗഢിയോട് കൂടി നടന്നു എന്നത് ഇപ്പോഴും നമുക്കൊരു അത്ഭുതമാണ്, അല്ലേ? നോക്കൂ, ഇപ്പോൾ അവിടെ അനുശ്രീ സൂചിപ്പിക്കുന്നതും അവിടെ ഒരുപാട് ആളുകൾ, അതായത് കഴിഞ്ഞ തവണ അനുശ്രീ തമ്പാനൂർ കാണുന്നതിനേക്കാൾ കൂടുതൽ തിരക്ക് അനുഭവപ്പെടുന്നു എന്നതാണ്. എന്തായാലും ആളുകളുടെ വരവ് കൂടിക്കൊണ്ടിരിക്കും. അമ്മയുടെ പ്രസിദ്ധി, ഇല്ലേ, അത് അത്രമേൽ വർഷം കഴിയുന്തോറും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കൊണ്ടിരിക്കുകയാണ്. പറഞ്ഞറിഞ്ഞ് ആണ് ഓരോരുത്തരും ഈ കൂടുതലായി ഓരോ വർഷങ്ങളിലും ആറ്റുകാൽ നടയിലേക്ക് എത്തിക്കൊണ്ടിരിക്കുന്നത്. അങ്ങനെ വർഷങ്ങളായി പൊങ്കാല ഇടുന്നവരുണ്ട്, ആദ്യമായി പൊങ്കാല ഇടാൻ എത്തുന്നവരുണ്ട്, അറിഞ്ഞു കേട്ട് എത്തുന്നവരുണ്ട്. അങ്ങനെ ആ ആളുകളാണ് ഇപ്പോൾ പൊങ്കാല ചടങ്ങുകൾ ആരംഭിക്കുന്നതിന് മുൻപ് അമ്മയെ ഒരു നോക്ക് കാണാൻ വേണ്ടി, ദർശനം സാധ്യമാകുന്നതിന് അറിയാൻ വേണ്ടി. ഒരു കാര്യമുണ്ട് രേണുക, ഇതിലെ പോലീസിന്റെ ഒരു സുരക്ഷ അത് നമ്മൾ എടുത്തു പറയേണ്ടതുണ്ട്. 4000-ഓളം പോലീസ് ഉദ്യോഗസ്ഥരെയാണ് ഇത്തവണത്തേക്ക് തലസ്ഥാനത്ത് മാത്രമായിട്ട് നിയോഗിച്ചിരിക്കുന്നത്. അവരെത്ര കൃത്യമായിട്ടാണ് ഇത് കോർഡിനേറ്റ് ചെയ്യുന്നതെന്നുള്ളത്. ഒരാൾക്ക് പോലും ഒരു ബുദ്ധിമുട്ടുണ്ടാകാതെ, കുടിവെള്ളത്തിന് പ്രശ്നമുണ്ടായാൽ പോലും അതെല്ലാം കൃത്യമായി പരിഹരിച്ച് മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പോലീസ്. നിരീക്ഷണം അത്രമേറെ ശക്തമാണ്. അപ്പോൾ ഡ്രോൺ ഉണ്ട് ഇത്തവണ. ഡ്രോൺ നിരീക്ഷണവും ആദ്യമായിട്ടായിരിക്കും ആറ്റുകാൽ പൊങ്കാലയ്ക്ക്. ആ ഒരു സുരക്ഷയും കൂടി. നാദിറ തയ്യാറാണെന്ന് തോന്നുന്നു. നമുക്ക് നാദിറയിലേക്ക് തന്നെ ഒരിക്കൽ കൂടി പോവാം. നാദിറ എവിടെയാണ്, എന്താണ് അവിടുത്തെ ഒരു സാഹചര്യം, എങ്ങനെയാണ്? ആളുകളൊക്കെ എത്തിക്കൊണ്ടിരിക്കുകയല്ലേ? ഹലോ കേൾക്കാമോ? ഹായ്. അപ്പം നമ്മുടെ അമ്പലത്തിൽ
ക്ഷേത്രത്തിന് സമീപത്തുള്ള വളരെ എന്ന് പറയേണ്ടത് എടുത്തു പറയേണ്ടത് ലക്ഷക്കണക്കിന് വരുന്ന ഭക്തജനങ്ങൾ ഒത്തുകൂടിയിരിക്കുന്ന മണ്ഡപത്തിനടുത്ത് തന്നെയാണ്. ഒരുപക്ഷെ നമുക്കിവിടെ കാണാൻ സാധിക്കുന്നത് ഇന്നത്തെ തിരക്കെന്നുള്ളത് കഴിഞ്ഞ മുൻ വർഷത്തെക്കാളും കൂടുതലാണോ എന്നുള്ള വലിയൊരു ചോദ്യവും കൂടിയുണ്ട്. കാരണം എടുത്തു പറയേണ്ടത് ഒരുപക്ഷെ ഓരോ വർഷം കൂടും തോറും ജനങ്ങളുടെ അല്ലെങ്കിൽ നമ്മുടെ ഭക്തജനങ്ങളുടെ ഒരു വലിയൊരു തോത് എന്നെ കൂടുതലായിട്ട് കാണാൻ സാധിക്കാറുണ്ട്. മാത്രമല്ല നമുക്കിന്നിവിടെ പോലീസുകാരുടെയൊക്കെ തന്നെ കൂടുതൽ മറ്റു ജില്ലകളിൽ നിന്ന് പോലും സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് എത്തിയിട്ടുള്ള പോലീസുകാരടക്കം നമുക്കിവിടെ നമ്മുടെ കൂടെ ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നുണ്ട്. കാരണം വളരെ കൃത്യമായി തന്നെ ഭക്തജനങ്ങൾക്ക് ഒക്കെ തന്നെ എന്തെങ്കിലും തരത്തിൽ സൗകര്യമോ ബുദ്ധിമുട്ടോ ഉണ്ടെങ്കിൽ തന്നെ നമുക്ക് നമ്മുടെ പോലീസിന് സഹായം തരാൻ സാധിക്കും. മാത്രമല്ല ഇവിടെ എമർജൻസി കൺട്രോൾ റൂം ഉണ്ട്, വോളണ്ടിയേഴ്സ് ഉണ്ട് എന്നുള്ളത് അതും കൂടി എടുത്ത് പറയേണ്ടതായിട്ടുണ്ട്. നമുക്കൊപ്പം ഒരുപക്ഷെ ഇവിടുത്തെ ഏറ്റവും പ്രധാനപ്പെട്ട ഒരാൾ നമുക്കൊപ്പം ചേരുന്നു. നമസ്കാരം സാർ. ഒരുപക്ഷെ ഇന്ന് ഈ വർഷത്തെ എടുത്ത് നോക്കുവാണെങ്കിൽ ഭക്തജനങ്ങളുടെ എണ്ണം വളരെ വലിയ കൂടുതലാണ് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. രാത്രി ഭയങ്കര ഡിവോട്ടീസ് കൂടുതലുണ്ടായിരുന്നു. അതിന്റെ പ്രത്യേക കാരണം ഉണ്ടാവും, ഇന്ന് ചന്ദ്രഗ്രഹണമായതുകൊണ്ട് ആയിരിക്കാം. എന്തായാലും നമ്മുടെ പോലീസ് നല്ലതായിട്ട് നിയന്ത്രിച്ചിട്ട് ഒരുപക്ഷെ മുൻ വർഷത്തെക്കാൾ കൂടുതൽ സൗകര്യങ്ങൾ, മുൻ വർഷത്തെക്കാൾ കൂടുതൽ കരുതലൊക്കെ ഒരുപക്ഷെ പോലീസിന്റെ ഭാഗത്ത് ഇത്തവണ ഉണ്ടായിട്ടുണ്ടെന്ന് പോലീസ് കൂടുതൽ പ്ലാൻഡ് ആയിട്ട് പോയിട്ടുണ്ട്. വേറെ പ്രശ്നങ്ങളായിട്ട് ആർക്കും വന്നില്ല. എല്ലാവരും സന്തോഷമാണ്, ഭക്തജനങ്ങളെല്ലാം സന്തോഷം. മറ്റ് ജില്ലകളിൽ പോലും സ്പെഷ്യൽ ഡ്യൂട്ടിക്ക് എത്തിയിട്ടുള്ള അധികം പോലീസ് ഓഫീസേഴ്സ് ഒരുപക്ഷെ നമുക്കൊപ്പം ഇന്നിവിടെ ഉണ്ടെന്നുള്ളതാണ്. കൂടുതൽ നമ്മുടെ പല സറൗണ്ടിംഗ് ഡിസ്ട്രിക്ട്സിന്റെ കൂടുതൽ പോലീസുകാർ ഇവിടെ വിന്യസിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പം നമ്മൾ സാറ് പറഞ്ഞ കണക്ക് മറ്റ് ജില്ലകളിൽ നിന്ന് പോലും കുറച്ചധികം പോലീസുകാരെ ഉൾപ്പെടുത്തിക്കൊണ്ട് തന്നെയാണ് ഇന്നത്തെ ഇവിടുത്തെ കരുതൽ. ഒരു പക്ഷേ എടുത്തു പറയേണ്ടത് ലക്ഷക്കണക്കിനുള്ള ഭക്തജനങ്ങൾ നമുക്ക് ചുറ്റുമുണ്ടെന്നുള്ളതാണ്. അവർക്കൊക്കെ വേണ്ടിയിട്ട് കുറച്ചധികം കരുതൽ നടത്തേണ്ടതായിട്ടുണ്ട്. കാരണം കാസർഗോഡ് മുതൽ അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിൽ നിന്ന് പോലും ഭക്തജനങ്ങൾ ഇങ്ങോട്ടേക്ക് വരുന്ന ഒരു അവസ്ഥയാണ് പലപ്പോഴും കണ്ടിട്ടുള്ളത്. അപ്പൊ അവിടെ നിന്നൊക്കെ വരുന്ന ലക്ഷക്കണക്കിന് വരുന്ന ആളുകൾക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടായാൽ അവർ പക്ഷേ പോലീസിന് സഹായം തേടാൻ സാധിക്കും. മാത്രമല്ല ഇവിടുത്തെ ആറ്റുകാൽ കമ്മിറ്റിയുടെ ഒരു ഭാഗത്തു നിന്നുള്ള സഹായം തേടാൻ സാധിക്കും. മാത്രമല്ല ഇവിടെ വോളണ്ടിയേഴ്സ്, എനിക്ക് തോന്നുന്നു എടുത്തു പറയേണ്ടത് ജെൻസി ആയിട്ടുള്ള വിദ്യാർത്ഥികളോ അല്ലെങ്കിൽ യുവാക്കളോ ഒക്കെ തന്നെ ചേർന്നുകൊണ്ടുള്ള ഒരു വോളണ്ടിയർ കമ്മിറ്റി തന്നെ ഇവിടെ നമുക്കുണ്ട് എന്നുള്ളതാണ്. അവരൊക്കെ തന്നെ വളരെ കൃത്യമായിട്ട് ഒരുപക്ഷെ നമ്മളെ സഹായിക്കാനൊക്കെ തന്നെ ഇവിടെ എത്തിയിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കുന്നു. ഒന്നും നമ്മുടെ സ്ത്രീകളെ സംബന്ധിച്ച് ആറ്റുകാൽ പൊങ്കാല ഈ തിരുവനന്തപുരത്തിന്റെ മാത്രം ഒരു ആഘോഷമായിട്ട് കണക്കാക്കാൻ സാധിക്കില്ല. മറ്റെല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നൊക്കെ ഒരുപക്ഷെ വിദേശ രാജ്യങ്ങളിൽ നിന്ന് പോലും വരുന്ന ആൾക്കാർ നമുക്ക് ഉണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് തന്നെ അവരുടെയൊക്കെ തന്നെ ഒരു സ്ത്രീകളെ ശബരിമലയായിട്ട് കാണുന്ന ഈ ഇടത്തേക്ക് ഇന്ന് ഈ റിപ്പോർട്ടിങ്ങിന്റെ ഭാഗമാകാൻ സാധിച്ചതിൽ ഒത്തിരി സന്തോഷമുണ്ട് എന്നുള്ളതാണ്. കൂടുതൽ വാർത്തകൾക്ക് ന്യൂസ് 18 കേരളം യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.